ഏതാനും മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഏറ്റവും പുതിയ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. 140 അംഗ കേരള നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലകളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ ഒരു സീറ്റ് NDA സഖ്യവും 5 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. സർവേയിലെ അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ LDFിന് 9 സീറ്റുകൾ വരെയും UDFിന് 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. സർവേയിൽ അടുത്തതായി നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ NDA സഖ്യത്തിന് 2 സീറ്റുകൾ വരെയും LDFിന് 5 സീറ്റുകൾ വരെയും UDFിന് 7 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. സർവേയിൽ അടുത്തതായി നോക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ NDA സഖ്യം 2 സീറ്റുകൾ വരെയും LDF 4 സീറ്റുകൾ വരെയും UDF 7 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്നത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും UDF നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 9 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 13 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ NDA സഖ്യവും 56 സീറ്റുകൾ വരെ LDF സഖ്യവും 79 സീറ്റുകൾ വരെ UDF സഖ്യവും നേടാനാണ് സാധ്യത.